എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു ടേസ്റ്റി ഇന്നോവേഷൻസ്. ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഒരു കേക്കാണ്. ഇപ്പോൾ ക്രിസ്മസ് ഒക്കെ വരികയാണ്. അപ്പോൾ ഒരു ക്രിസ്മസ് കേക്ക് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ സാധാരണ പ്ലം കേക്ക് ഉണ്ടാക്കുന്ന പോലെയല്ല നമ്മൾ ചെയ്യുന്നത് ബ്രെഡ് വെച്ചിട്ടാണ്. അപ്പോൾ ബ്രെഡ് വെച്ചിട്ട് എങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. അതിന് വേണ്ട ആവശ്യമുള്ള സാധനങ്ങൾ നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്കൊരു മിക്സ് റെഡിയാക്കണം. അതായത് ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം കൂടിയിട്ട് ഒരു മിക്സ്. അതിന് വേണ്ടിയിട്ട് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര, കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് നന്നായിട്ട് അലിയിച്ചെടുക്കണം. പഞ്ചസാര അലിയാൻ തുടങ്ങിയ ശേഷമാണ് നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നത്. എന്നിട്ട് പഞ്ചസാരയും വെള്ളം കൂടി നന്നായിട്ട് അലിയിച്ച് ഒരു സിറപ്പാക്കി എടുക്കാം. ഇനി നമുക്കൊരു ഡ്രൈ ഫ്രൂട്ട് മിക്സ് ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് കാഷ്യൂനട്ട് എടുത്തു, ടൂട്ടി ഫ്രൂട്ടി, ഉണക്കമുന്തിരി, ചെറി, ഡേറ്റ്സ് ഇത്രയാണ് എടുത്തത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള അളവും ഇഷ്ടമുള്ള ഡ്രൈ ഫ്രൂട്ട്സും ചേർക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കിയ ഷുഗർ സിറപ്പ് ചേർത്ത് കൊടുക്കാം. അതുകൂടാതെ 4 ടേബിൾ സ്പൂണോളം ഫ്രഷ് ഓറഞ്ച് ജ്യൂസും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കണം. നമ്മൾ ഈ മിക്സ് 2 മണിക്കൂറെങ്കിലും വെക്കണം. മിനിമം 2 മണിക്കൂറെങ്കിലും വെക്കണം. അതിൽ കൂടുതൽ വെച്ചാലും കുഴപ്പമൊന്നുമില്ല. കാരണം നമ്മൾ പ്ലം കേക്ക്സ് ഒക്കെ ഉണ്ടാകുമ്പോൾ കുറേ ദിവസം മുന്നേ തന്നെ ഈ ഒരു മിക്സ് ഉണ്ടാക്കി വെക്കാറുണ്ട്. ഇനി നമുക്ക് കേക്ക് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു 6-7 ബ്രെഡിൻ്റെ പീസ് എടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഇവിടെ ഇങ്ങനെ ടൂട്ടി ഫ്രൂട്ടി ഉള്ള ടൈപ്പ് ബ്രെഡ് പീസാണ് എടുത്തിരിക്കുന്നത്. മിൽക്ക് ബ്രെഡ് ആയാലും കുഴപ്പമില്ല. അതിലേക്ക് നമ്മൾ ഒരു 1/4 കപ്പ് മിൽക്ക്, ഇത് ബോയിൽ ചെയ്ത് ആറിയ മിൽക്കാണ്, ചൂടാറിയ മിൽക്കാണ്. എന്നിട്ട് നന്നായിട്ട് നമ്മൾ ഇത് പുതിർത്തിയിട്ട് ഉടച്ച് കൊടുക്കണം. ഉടച്ച് നല്ലൊരു മിക്സാക്കി എടുക്കണം. ഞാനിപ്പോൾ ഒരു എഗ് ബീറ്റർ വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. ഇനി നമ്മളിതിലേക്ക് നന്നായി ഉടച്ച ശേഷം ഒരു മുട്ട ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കണം. ബ്രെഡൊക്കെ പുതിർന്ന് നല്ലൊരു ബാറ്ററായി മാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ഡ്രൈ ഫ്രൂട്ട് മിക്സ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. ഈ ഒരു മിക്സിൽ നമുക്ക് മധുരം ഉണ്ടെങ്കിലും നമുക്ക് കുറച്ചുകൂടി മധുരം ചേർക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് പഞ്ചസാര പൊടിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു 1/2 കപ്പ് പഞ്ചസാര, പട്ട, ഗ്രാമ്പൂ, ജാതിക്ക ഉണ്ടെങ്കിൽ ചേർക്കാം. ഇത് എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ടാണ് ചേർക്കാഞ്ഞത്. എല്ലാം കൂടി നന്നായിട്ട് പൊടിച്ചെടുക്കണം. അതിൽ നിന്നൊരു 7 ടേബിൾ സ്പൂണോളം ഇപ്പം നമ്മൾ ചേർത്തിട്ടുണ്ട് ഷുഗർ നമ്മൾ നോക്കിയിട്ടാണ് ചേർക്കുന്നത്. നിങ്ങൾക്ക് ആ ബാറ്റർ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ആവശ്യത്തിന് മധുരം ചേർക്കാവുന്നതാണ്. ഇനി നമ്മളിതിലേക്ക് 2 ടേബിൾ സ്പൂണോളം കൊക്കോ പൗഡർ അത് ചേർത്ത് കൊടുക്കാം. ഒരു കളറും ഒരു ചോക്ലേറ്റിൻ്റെ ഫ്ലേവറും വരും. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂണോളം കസ്റ്റർഡ് പൗഡറും കൂടി നമ്മൾ ചേർക്കുന്നുണ്ട്. എല്ലാം കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കാം. ഇനി നമ്മളിതിലേക്ക് 2 ഡ്രോപ്പ് വാനില എസൻസ് കൂടി ചേർത്ത് കൊടുക്കാം. മിക്സ് ചെയ്ത ശേഷം നമ്മൾ ചേർക്കുന്നത് മൈദയാണ്. മൈദ ഒരു 5 ടേബിൾ സ്പൂണോളം ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് ഇനിയും വേണമെങ്കിൽ ഇനിയും ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഈ ഒരു കേക്ക് ഉണ്ടാക്കുമ്പോൾ കറക്റ്റ് മെഷർമെൻറ്റ് നോക്കേണ്ട ആവശ്യമില്ല. അത്ര വ്യത്യാസം വരില്ല. സാധാരണ കേക്ക് ഉണ്ടാക്കുന്ന പോലെ കറക്റ്റ് മെഷർമെൻറ്റ് നോക്കേണ്ട ആവശ്യമില്ല. നമുക്ക് മൈദ കുറച്ച് ലൂസായി തോന്നുകയാണെങ്കിൽ മൈദ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് നമ്മൾ 2 ടേബിൾ സ്പൂണോളം വെജിറ്റബിൾ ഓയിലാണ് ഞാൻ ഒഴിക്കുന്നത്. നിങ്ങളുടെ അടുത്ത് ബട്ടർ ഉണ്ടെങ്കിൽ ബട്ടറും ചേർക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് നമ്മൾ 1 ടീസ്പൂണോളം ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇതാണ് നമ്മളുടെ കേക്ക് ബാറ്റർ. ഈ ഒരു ബാറ്റർ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും പ്ലം കേക്കിൻ്റെ അതേ ടേസ്റ്റിനായിരിക്കും ഉണ്ടാവുകയെന്ന്. പക്ഷേ അങ്ങനെയല്ല. ഇത് രണ്ടും 2 വ്യത്യസ്തമായിട്ടുള്ള കേക്കുകളാണ്. കാണാൻ ഒരേപോലെ ഉണ്ടെങ്കിലും ടേസ്റ്റ് രണ്ടും ഡിഫറെൻ്റ് ആണ്. നമ്മൾ പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചു. 180 ഡിഗ്രിയിൽ 10 മിനിറ്റാണ് പ്രീഹീറ്റ് ചെയ്യണത്. ഇനി നമ്മൾ തയ്യാറാക്കിയ മിക്സ് നമുക്ക് ട്രേയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഒരു ചില്ലിൻ്റെ ട്രേ ആണ് ഇവിടെ ഉപയോഗിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഏത് ട്രേ ആണോ ഉപയോഗിക്കുന്നത് അതിലേക്ക് കുറച്ച് എണ്ണയോ അല്ലെങ്കിൽ ബട്ടറോ പുരട്ടി കൊടുത്താൽ മതി. എന്നിട്ടൊന്ന് തട്ടി കൊടുക്കണം. ബബിൾസ് വല്ലതും ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് ഈ കേക്ക് ഒന്ന് ഗാർണിഷ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ മുകളിൽ കുറച്ച് കാഷ്യൂനട്ടും ചെറിയും നമ്മൾ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണോ അലങ്കരിക്കാൻ ഇഷ്ടം അതുപോലെ ചെയ്യാം. വെറും ചെറി വെച്ച് ചെയ്യാം, വെറും കാഷ്യൂനട്ട് വെച്ച് ചെയ്യാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. ഞാനിപ്പോൾ ഇവിടെ 2 ചെറിയും അതായത് കാഷ്യൂനട്ടും കൂടി ചെറുതായിട്ട് അരിഞ്ഞിട്ടാണ് ഇടുന്നത്. ഗാർണിഷ് ചെയ്ത ശേഷം നമ്മൾ മൈക്രോവേവിൽ വെക്കുകയാണ്. ഓൾറെഡി പ്രീഹീറ്റ് ചെയ്ത് കഴിഞ്ഞതാണ്. അപ്പോൾ 160 ഡിഗ്രിയിൽ 20 മിനിറ്റാണ് നമ്മൾ കുക്ക് ചെയ്യുന്നത്. അങ്ങനെ നമ്മളുടെ കേക്ക് റെഡിയായി നോക്കാം. കേക്ക് ഇത് അസലായിട്ട് വെന്തിട്ടുണ്ട്. നല്ല ചൂടുണ്ട്. ഇപ്പോൾ പുറത്തെടുത്തിട്ടേ ഉള്ളൂ. അപ്പം ഞാനിപ്പോൾ തന്നെ ചൂടാറിയ ശേഷമാണ് ശരിക്കും കട്ട് ചെയ്യേണ്ടത്. പക്ഷേ ഞാനിപ്പോൾ തന്നെ കട്ട് ചെയ്യുകയാണ്. കാരണം ഞാനിത് വൈകുന്നേരമാണ് ഉണ്ടാക്കിയത്. അപ്പോൾ എനിക്ക് ഫോട്ടോ എടുക്കാൻ ലേറ്റ് പോകുന്നതിന് മുന്നേ ഫോട്ടോ എടുക്കണം. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ചൂടോട് കൂടിയിട്ട് തന്നെ കട്ട് ചെയ്യണം. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കുകയാണെങ്കിൽ തണുത്ത ശേഷം കട്ട് ചെയ്താൽ മതി.
അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. നമ്മൾ കേക്കൊക്കെ മുറിച്ച് കഴിഞ്ഞു. കേക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ന്യൂ ഇയറും ക്രിസ്മസൊക്കെ വരുന്നുണ്ടല്ലോ, അപ്പോൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ പലരും പറയാറുണ്ട് കേക്ക് ഉണ്ടാക്കുമ്പോൾ ശരിയാവണില്ല എന്നുള്ളത്. പക്ഷേ ഈ ഒരു കേക്കിന് ആ പ്രശ്നം ഉണ്ടാവില്ല. കാരണം നമുക്ക് ചെറിയ അഡ്ജസ്റ്റ്മെൻ്റൊക്കെ നടത്താൻ പറ്റുന്ന ഒരു കേക്കാണിത്. അഥവാ കുറച്ച് ലൂസായി പോയി കുറച്ച് മൈദയൊക്കെ ചേർത്ത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കേക്കാണ്. അപ്പോൾ സുഖമായിട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ നല്ല പെർഫെക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻസിലൂടെ അറിയിക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സായിട്ട് ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് വീണ്ടും പുതിയ പുതിയ റെസിപ്പീസായിട്ട് കാണാം. പക്ഷേ അതിൻ്റെ മുന്നേ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അതും ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.